അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ ക്ലാസ് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ആഗ്രഹമായിരിക്കും. കഴിവിൻ്റെ പരമാവധി എല്ലാ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഓതുക എന്നുള്ളത് ആ ഒരു വലിയ സ്വപ്നം വിശുദ്ധ ഖുർആൻ മുഴുവനായിട്ടും തുടക്കം മുതൽ അവസാനം വരെ നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും ഓതാൻ കഴിയുന്ന രൂപത്തിൽ ഒന്നുകിൽ കേട്ടുകൊണ്ട് ഓതാം, അല്ലെങ്കിൽ നിയമങ്ങൾ മനസ്സിലാക്കിയിട്ടെങ്കിലും ഒരു ഏകദേശം രൂപത്തിലൊക്കെ എന്ത് ചെയ്യുക, നമുക്കൊന്ന് മനോഹരമായിട്ട് പാരായണം ചെയ്യാനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ക്ലാസ് ഓതാൻ ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ ഓതാൻ അറിയാത്തത് കൊണ്ട് തൽക്കാലം ഓത്ത് നിർത്തുകയും ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചൊക്കെ ഒരു വലിയ ആശ്വാസമായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ്. അല്ലാഹു തആല നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് 14ാമത്തെ ക്ലാസ് ആണ്. 13 ക്ലാസ്സുകൾ നിലവിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ ഈ ചാനൽ ഒന്ന് നോക്കിയാൽ മതി. ഇനി അറിയാത്ത ആളുകൾ താഴെയുള്ള നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ ആ ക്ലാസ്സുകളൊക്കെ അയച്ചു തരുന്നതായിരിക്കും. വളരെ കുറഞ്ഞ ക്ലാസ്സുകളാണ്, കുറഞ്ഞ ആയത്തുകളാണ്. ആ ആയത്തുകൾ എന്ത് ചെയ്യുക, ഒന്ന് ഓതി തീർത്താൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ മനോഹരമായിട്ട് ഏറ്റവും ചുരുങ്ങിയത് 2 പ്രാവശ്യമെങ്കിലും ഈ ക്ലാസ് അവസാനിക്കുന്നതോടുകൂടെ 2 ഖത്മ് തീർക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നല്ല ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ മനോഹരമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം സൂറത്തുൽ ബഖറയുടെ 183 ആയത്ത് വരെയാണ് ഓതിയിട്ടുള്ളത്. അതിനുശേഷമുള്ള 184ാമത്തെ ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഓതാൻ ഉദ്ദേശിച്ച ക്ലാസ്. സാധാരണ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ഖുർആനിലെ 28, 29, 30 പേജുകളിലായിട്ട് വരുന്ന 184ാമത്തെ ആയത്ത്. 154ാമത്തെ ആയത്ത് 28ാമത്തെ പേജിലാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر أياما معدودات. വഖഫ് ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ ദിവസവും മദ് ആരിദ് എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. മദ് ആരിദ് വഖഫ് ചെയ്യുമ്പോൾ എവിടെയാണോ നിർത്തുന്നത്, അതുപോലെ തന്നെ ചില വാക്കുകൾ അറബിയിൽ പറയുന്നത് മലയാളത്തിൽ പറഞ്ഞാൽ തിരക്കടില്ല എന്ന് പറഞ്ഞിരുന്നു. ഞാൻ അതിൻ്റെ കൂടെ തന്നെ മലയാളത്തിലും പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് പേര് പറയും, അതിന് കൂടെ തന്നെ. ഇപ്പോൾ വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വഖഫ് എന്ന് പറഞ്ഞാൽ നിർത്തുക. അപ്പൊ എവിടെയാണോ ശ്വാസം മുറിയുന്നത് അവിടെയാണ് നിർത്തുന്നത്, അതിനാണ് വഖഫ് എന്ന് പറയാം. അപ്പോ വഖഫ് ചെയ്യുമ്പോൾ മദ് ആരിദ് എന്നുള്ള അതിന്റെ പേരാണ്. മദ് ആരിദ് എന്നുള്ളത് അതിന്റെ പേരാണ്. അപ്പോ മദ് ആരിദ് എന്നുള്ള ഒരു മദ്ദാണിത്. ആരിദായ പുതിയ ഒരു മദ് നൃത്തം, പുതുതായിട്ട് രൂപപ്പെടുന്ന ഒരു മദ്. ആ മദ്ദിന്റെ പേരാണ് മദ് ആരിദ്. അത് എപ്പോഴാണ് ഉണ്ടാവുക? അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ, നിർത്തുമ്പോൾ മാത്രമേ വരികയുള്ളൂ. അപ്പൊ മനസ്സിലായോ? അപ്പൊ നമ്മൾ നിർത്തിയല്ലോ. അയ്യാമം മഅദൂദാത്ത് വഖഫ് ചെയ്തു, നിർത്തി. ഈ നിർത്തിയപ്പോൾ താഇന് സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പുള്ള അക്ഷരം ഏതാണ് നോക്കി. തൊട്ട് മുമ്പുള്ള അക്ഷരം, താഇന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം ഏതാണ്? അലിഫാണ്. ഈ അലിഫ് നീട്ടാനുള്ള അക്ഷരമാണ് അല്ലെ? നീട്ടാനുള്ള അക്ഷരം ഏത് വന്നാലും നീട്ടാനുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് അലിഫാണ്, യാ ആണ്, വാവാണ്. ഈ 3 അക്ഷരമാണ് നീട്ടാനുള്ള അക്ഷരങ്ങൾ. അപ്പൊ നീട്ടാനുള്ള അക്ഷരം തൊട്ട് അവസാനത്തതിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ളതാണെങ്കിൽ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് അവിടെ മദ് ആരിദ് വരും. എന്ന് പറഞ്ഞാൽ അവിടെ അല്പം നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്, വഖഫ് ചെയ്യേണ്ടത്.
മഅദൂദാത്ത് എന്ന് പറഞ്ഞാൽ പോരാ, മഅദൂദാത്ത്, അയ്യാമൻ മഅദൂദാത്ത്. അതിനു മുമ്പ് തൻവീൻ വന്നു, അയ്യാമൻ, തൻവീന്റെ ശേഷം മീമാണ് വന്നത്. നൗമി, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിഗുന്ന എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? കൂട്ടി യോജിപ്പിക്കുക, മണിച്ചുകൊണ്ട് കൂട്ടി യോജിപ്പിക്കുക, എന്ത് ചെയ്യുക? കൂട്ടി യോജിപ്പിച്ചിട്ട് മണിക്കുക. അതിനാണ് ഇദ്ഗാം ബിഗുന്ന എന്ന് പറയാം. മണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ പറയാ, അയ്യാമൻ മഅദൂദാത്ത്. അയ്യാമൻ മഅദൂദാത്ത് പറഞ്ഞാ പോരാ, അയ്യാമൻ മഅദൂദാത്ത്. വഖഫ് ചെയ്തപ്പോഴാണ് മദ് ആരിദ് വന്നത്, പുതിയ മദ് വന്നത്. മദ് ആരിദ് മനസ്സിലാക്കാത്തവരുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇനി വല്ലതും മനസ്സിലാക്കാത്ത ബാക്കിയുണ്ടെങ്കിൽ നമ്മളെ താഴെയുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഇനി അവിടെ നിർത്തുന്നില്ല എങ്കിലോ അപ്പൊ ആ മദ് ഉണ്ടാവില്ല, പുതിയ മദ് വരും നിർത്തുമ്പോൾ. നിർത്തുന്നില്ല എങ്കിൽ ആ മദ് ഉണ്ടാവില്ല, അല്ലെ? അതുകൊണ്ടാണ് അവിടെ ചിഹ്നം കൊടുക്കാത്തത്. അപ്പൊ നമ്മൾ നിർത്തുന്നില്ല എങ്കിൽ പിന്നെ അവിടെ ആ മദ് വരൂല. അയ്യാമൻ മഅദൂദാതിൻ ഫമൻ കാൻ. കാന എന്നുള്ളിടത്താണ് നിർത്തിയത്. കാന എന്നുള്ളിടത്ത് നിർത്തിയപ്പോ കാൻ. എന്തേ കാരണം? നൂനിന് സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പുള്ള അക്ഷരം അരിഫാണ്, നീട്ടാനുള്ള അക്ഷരമാണ്. അപ്പൊ അവിടെ പുതിയ മദ് രൂപപ്പെടുന്നു. എവിടെയാണോ നിർത്തുന്നത് അവിടെയാണ് മദ് ഉണ്ടാവുക. അത് എല്ലായിടത്തും നിർത്താൻ എന്തുണ്ടാവും? ആ മദ് എവിടെ വരുള്ളൂ? തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരം ഉണ്ടെങ്കിലേ വരുള്ളൂ. അയ്യാമൻ മഅദൂദാതിൻ ഫമൻ, അവിടെ ഞാൻ നിർത്തി. ഫമൻ എന്ന് പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ അവിടെ നീട്ടൊന്നും വേണ്ട, കാരണം തൊട്ട് മുമ്പുള്ള അക്ഷരം മീമാണ്. ഫമന്, ല്ലേ? ന് എന്നതിന്റെ തൊട്ട് മുമ്പ് എന്താണ്? മാ എന്നുള്ളതാണ്, നീട്ടാനുള്ള അക്ഷരമല്ല. അപ്പൊ ഫമൻ കഴിയും. ഫമൻ കാൻ. ഇപ്പൊ ഞാൻ അവിടെ നിർത്തി. അവിടെ നിർത്തിയപ്പോൾ മദ് ആരിദ് വന്നേ, കാരണം തൊട്ട് മുമ്പുള്ളത് നീട്ടാനുള്ള അക്ഷരമാണ്. ഇപ്പൊ പറഞ്ഞത് അലിഫാണ്. ഈ യാ വന്നാലും അങ്ങനെ തന്നെയാണ്, വാവ് വന്നാലും അങ്ങനെ തന്നെ നീട്ടാനുള്ള വാവായിരിക്കണം. നീട്ടാനുള്ള വാവ് എങ്ങനെ? അപ്പൊ അലിഫിന് ഫത്ത് ഉണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്ങനെയൊക്കാം? അവിടെ കാന എന്നുള്ളടത്ത് അലിഫിന് ഫത്ത് ഉണ്ടെങ്കിൽ കാന എന്നല്ല വായിക്കുക, കാന, അല്ലേ? അപ്പൊ അത് നീട്ടാനുള്ളതല്ല. ഫത്തും കസറൊന്നും ഇല്ലാത്തതുകൊണ്ട് മനസ്സിലായി എന്താണ്? കാന, അത് നീട്ടാനുള്ളതാണ്. അപ്പൊ ഇതാണ് മദ് ആരിദ്. മദ് ആരിദ് ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യുന്നത്, നിർത്തുന്നത്, വഖഫ് ചെയ്യുന്നത്, അവിടെയാണ് ആ മദ് ഉണ്ടാവുന്നത്. അത് നമ്മൾ നിർത്തുന്ന എവിടെയാണ് അവിടെയാണ് ആ മദ് വരിക. മദ് ഉള്ളിടത്ത് മദ് വരും, ഇല്ലെങ്കിൽ മദ് ഉണ്ട് വേണ്ട. അയ്യാമൻ മഅദൂദാതിൻ ഫമൻ കാന മിൻകും മരീള. അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞു, വഖഫ് ചെയ്യുന്ന സ്ഥലത്ത് സുക്കൂൻ കൊടുക്കണം. സുക്കൂൻ കൊടുക്കണ്ടാത്ത പിന്നെ സ്ഥലമുണ്ട്. ഏതാണത്? തൻവീൻ ഫത്ഹ് വരുന്ന, 2 ഡബിൾ ഫത്ഹ് വരുന്ന സ്ഥലത്ത്, ഫത്ഹ് 2 വരുന്ന സ്ഥലത്ത് തൻവീൻ ഫത്ഹ്, അവിടെ എന്ത് വരൂല? പിന്നെ നിർത്തേണ്ടത് മരീള് എന്ന് പറയാൻ പാടില്ല. മരീള തൻവീൻ ഫത്ഹ് ആണെങ്കിൽ അവിടെ ഫത്ഹ് കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. മരീള. അതുപോലെ തന്നെ നീട്ടാനുള്ള സ്ഥലത്തും തൻവീൻ ഫത്ഹ് ഉള്ള സ്ഥലത്തും, നീട്ടാനുള്ള സ്ഥലത്തും തൻവീൻ ഫത്ഹ്, അവസാനത്തെ അക്ഷരം നീട്ടാനുള്ളതാണ്. അവസാനത്തെ അക്ഷരം നീട്ടാനുള്ള ആ സ്ഥലം നമുക്ക് എത്തുമ്പോൾ പറയാം. അവസാനത്തെ അക്ഷരം നീട്ടാനുള്ള സ്ഥലവും അതുപോലെ തന്നെ തൻവീൻ ഫത്ഹ് ഉള്ള സ്ഥലത്തും അല്ലാത്ത ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മുഴുവനും എന്താണ്? സുക്കൂൻ കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. സുക്കൂൻ കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അയ്യാമൻ എന്നുള്ളിടത്ത് വഖഫ് ചെയ്യുകയാണെങ്കിൽ അയ്യാമ, തൻവീൻ ഫത്ഹ് ആണ്. തൻവീൻ ഫത്ഹ് ഉള്ളിടത്ത് അയ്യാമൻ മഅദൂദാത്ത്, അവിടെ വഖഫ് ചെയ്തു. അവിടെ തൻവീൻ ഫത്ഹ് അല്ല, തൻവീൻ കസ്റാണ്. തൻവീൻ കസ്റ ആയാലും തൻവീൻ ലമ്മ ആയാലും അതിന് സുക്കൂൻ കൊടുക്കണം വഖഫ് ചെയ്യുമ്പോൾ, നിർത്തുമ്പോൾ. فمن كان منكم مريضا أو على سفر فعدة من أيام أخر. ഇപ്പോ മദ് ആരിദ് അതുപോലെ തന്നെ വഖഫ് ചെയ്യുന്നത് ഇതാണ്. ഇപ്പോ പ്രത്യേകം ഈ
ആദ്യത്തെ ഈ സമയത്ത് പറയുന്നത്. അപ്പൊ ബാക്കിയുള്ള നിയമങ്ങളൊന്നും ഇപ്പൊ പറയുന്നില്ല, എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ ഇഖ്ഫാ ചെയ്യണം അല്ലെ? ഇഖ്ഫാ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇഖ്ഫാ എന്താന്നുള്ളത് നമ്മൾ എല്ലാ ക്ലാസ്സിലും പറഞ്ഞതാണ്. പക്ഷെ അതാ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് പറയാം. ഇപ്പൊ ഈ വിഷയം മനസ്സിലായല്ലോ അല്ലേ? എല്ലാം കൂടി പറയുമ്പോൾ ചിലപ്പോ ചില ആളുകൾക്ക് പെട്ടെന്ന് തിരിയില്ല. അപ്പൊ തിരിഞ്ഞ ആളുകൾ ഒന്ന് ക്ഷമിക്കാം. പിന്നെ തിരിഞ്ഞ ആളുകൾക്ക് ഇപ്പൊ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാ? അവിടെ ഇഖ്ഫാ ഉണ്ട്. ഇവിടെ അവിടെയാണെങ്കിൽ തൻവീൻ, പിന്നെ അവിടെ തൻവീൻ ലൊമ്മിന് ശേഷം മീമാണ് വന്നത് അല്ലെ? തൻവീന് ശേഷം മീമാണ് വന്നത്. ഇദ്ഗാം ബിഗുന്നയാണ്. മിൻ അയ്യാമിൻ ഉഖർ, മിൻ വെളിവാക്കി, ഹംസയാണ് ശേഷമുള്ളത്. മിൻ അയ്യാമിൻ ഉഖർ وعلى الذين يطيقونه فدية طعام مسكين. ഇവിടെ എന്താണ് തെൻവീൻ? ഇവിടെ എന്താണ് അവസാനം തെൻവീൻ പിന്നെ കസറാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ? തെൻവീൻ കസറാവുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ കൊടുക്കണം. സുക്കൂൻ കൊടുത്തു. മിസ്കീൻ തൊട്ട് മുമ്പുള്ളത് യാവുമാണ്, നീട്ടാനുള്ള യാവുമാണ്. അപ്പൊ എന്ത് ചെയ്യണം? മദ് ആരിദ് വരുന്നതാണ്. മദ് ആരിദ് തൊട്ട് വഖഫ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം, നിർത്തുന്നതിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം. അപ്പൊ ഞാൻ മിസ്കീൻ എന്ന വാക്കിന് ഞാൻ നിർത്തിയപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം യാ ആണ്. അപ്പൊ യാ വരുന്ന സ്ഥലത്ത് എന്ത് ചെയ്യണം? മദ് ആരിദ് വരുന്നതാണ്. നീട്ടാനുള്ള അക്ഷരമാണ് തൊട്ട് മുമ്പ് വരുന്നതെങ്കിൽ അവിടെ മദ് ആരിദ് പുതിയ മദ് എന്ന് പറയുമ്പോൾ എന്താണ്? നീട്ടേണ്ട ഒരു സ്ഥലമായിട്ട് മാറുകയാണ്. നീട്ടേണ്ട ഒരു സ്ഥലമായിട്ട് മാറുകയാണ്. അല്ലെങ്കിൽ സാധാരണ നീട്ടലേ നീട്ടുള്ളൂ. മിസ്കീനും സാധാരണ നീട്ടുന്നത് പോലെ ആവുകയുള്ളൂ. അതല്ല അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുകയാണെങ്കിൽ, ശ്വാസം മുറിയുന്ന സ്ഥലമാണെങ്കിൽ ഫിദിയത്തുൻ തുആമു മിസ്കീൻ അല്പം നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. فمن تطوع خيرا فهو خير له. فمن تطوع خيرا فهو خير له. ലഹു എന്നാണ് അവിടെ ഉള്ളത്. അവിടെ വഖഫ് ചെയ്തപ്പോൾ നിർത്തിയപ്പോൾ ല എന്ന് മാത്രമല്ല ല ഖൈറുൻ ലഹ്. فمن تطوع خيرا فهو خير له. ഫമൻ തതവ്വഅ അവിടെ വഖഫ് ചെയ്തു. മദ് പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. ഐന് സുകൂൻ കൊടുക്കുന്നു. ഫമൻ തതവ്വഅ ഖൈറാ എന്നുള്ളടത്ത് വഖഫ് ചെയ്തു. തൻവീൻ ഫത്ഹാണ്. ഫമൻ തതവ്വഅ ഖൈറാ ഫഹുവ ഖൈറുൻ ലഹ് വഅൻ തസൂമു ഖൈറുൻ ലക്കും. ഇവിടെ വഅൻ തസൂമു എന്നുള്ളടത്ത് വഖഫ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വഖഫ് ചെയ്യുക? അങ്ങനെ തന്നെ വഖഫ് ചെയ്യുക. വഅൻ തസൂമു നീട്ടിയിട്ട് വഖഫ് ചെയ്യുക. നീട്ടിയിട്ട് തൻവീൻ ഫത്ഹ്, രണ്ട് ഫത്ഹ് വരുന്ന സ്ഥലത്തും അതുപോലെ തന്നെ നീട്ടാനുള്ള സ്ഥലത്തും നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഖൈർ എന്നുള്ളത് ഖൈറാ. വഅൻ തസൂമു ഫമൻ തതവ്വഅ ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹ്. ഇപ്പൊ അവിടെ ഞാൻ ഖൈറൻ എന്നുള്ളടത്ത് നിർത്താത്തത് കൊണ്ട് ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹ് എന്നാണ് ഓതിയത്. ഫഹുവ ഖൈറുൻ ലഹു വഅൻ തസൂമു. അവിടെ അങ്ങനെ തന്നെയാണ് വഖഫ് ചെയ്യേണ്ടത്. തൻവീൻ ഫത്ഹ്, രണ്ട് ഫത്ഹ് വരുന്ന സ്ഥലത്തും നീട്ടാനുള്ള സ്ഥലത്ത്, അവസാനം നീട്ടാനുള്ള സ്ഥലമാണല്ലോ തസൂമു, കണ്ടില്ലേ? അപ്പൊ ഇവിടെ നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ഇവിടെ വഖഫ് ചെയ്തപ്പോൾ നൂനിന് സുക്കൂൻ കൊടുക്കുകയാണ്. കാരണം തൻവീൻ ഫത്ഹും നീട്ടാനുള്ള സ്ഥലം അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യണം? സുക്കൂൻ കൊടുക്കണം എന്ന് പറഞ്ഞ്. ന എന്നാണെങ്കിലും നീ എന്നാണെങ്കിലും നു എന്നാണെങ്കിലും അങ്ങനെ വരില്ല. അങ്ങനെ വന്നാൽ തന്നെ അവിടെ വഖഫ് ചെയ്യുമ്പോൾ ന് എന്നാണ് പറയേണ്ടത്. പറയുമ്പോൾ പിന്നെ അത് നമ്മൾ ഓതുമ്പോൾ ന് എന്ന് പറയാൻ പാടില്ല. അൻ എന്ന് പറയുന്നത് അൻ. മനസ്സിലായില്ലേ? ആ ഭാഗം മനസ്സിലായില്ലേ? തഅമലൂൻ എന്ന് പറയുന്നത്.
ഞാനും തിരിയാൻ വേണ്ടിയാ ന് എന്ന് പറയുന്നത്. തഅലമൂൻ. അപ്പോ ഇവിടെ വഖഫ് ചെയ്തു, നൂനിന് സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പുള്ള അക്ഷരം ഏതാണ്? ഒന്ന് നോക്കിയാൽ മതി. തൊട്ട് മുമ്പത്തെ അക്ഷരം ഏതാണത്? നോക്കി. തൊട്ട് മുമ്പുള്ള അക്ഷരം വാവാണ്. ആ വാവ് എന്താണ്? അത് നീട്ടാൻ ഉപയോഗിക്കുന്ന വാവാണ്. ഫത്തും കസറും ലൊമ്മൊന്നും ഇല്ല. അപ്പൊ പിന്നെ എന്താണ്? മൂ എന്ന് പറയാനുള്ളതാണ്. തഅലമൂ, അല്ലേ? തഅലമൂൻ. വഖഫ് ചെയ്തപ്പോൾ നീട്ടിയിട്ടാണ് വഖഫ് ചെയ്തത്. ഇപ്പോ പുതിയ ഒരു നീട്ടൽ അവിടെ നീട്ടി. ഇനി അവിടെ നിർത്തുന്നില്ല. ആയത്തിന്റെ അവസാനമാണ് അല്ലേ? ആയത്തിന്റെ അവസാനം ഞാൻ അവിടെ നിർത്തുന്നില്ല എങ്കിൽ അതിന് നിർത്തണം നിർബന്ധമൊന്നുമില്ല. എന്ത് അവിടെ നിർത്തണം എന്ന് നിർബന്ധം നിർത്തലാണ്. എന്ത് അവിടെ പിന്നെ ആയത്തിന്റെ അവസാനാണല്ലോ. അപ്പൊ അവിടെ നിർത്തുക. ഇനി ഒരാൾ നിർത്തിയിട്ടില്ല, അപ്പൊ പിന്നെ ആ മദ് ഉണ്ടാവില്ല. കൂടുതൽ നീട്ടിയ മദ് ഉണ്ടാവില്ല, പുതിയൊരു മദ് ഉണ്ടാവില്ല. തഅലമൂന ശഹ്റു റമളാൻ ഇൻ കുൻതും തഅലമൂന ശഹ്റു റമളാൻ. ഇപ്പൊ ഞാൻ അവിടെയാണ് നിർത്തിയത്. അവിടെ നിർത്തിയപ്പോ എന്ത് ചെയ്തു? അവിടെ മദ് ആരിൽ വന്നു. കാരണം നൂന് റമളാൻ, കാരണം നൂനിന്റെ മുമ്പ് അലിഫാണ് വന്നേ. ഇനി ഇൻ കുൻതും തഅലമൂന ശഹ്റു, അവിടെയാണ് വഖഫ് ചെയ്ത്. ഇപ്പൊ ഒന്നുമില്ല. തഅലമൂന സാധാരണ ആ വാവിന്റെ ആ കതിര നീട്ടിയിട്ടുള്ളൂ. തഅലമൂന, തഅലമൂന ശഹ്റു, ശഹ്റു അല്ലേ? അപ്പോ മദ് ആരിൽ പുതിയ ഒരു മദ് ഉണ്ടാവുകയും ചെയ്യുന്നു. പുതിയ ഒരു മദ് ഉണ്ടാകുന്ന മറ്റൊരു മദ്ദാണ് മദ് ലീന്. അപ്പൊ ഈ പറഞ്ഞ സംഗതി മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ആയത്തൊന്നും കൂടി ഒന്ന് നോക്കുക. ഒന്ന് എല്ലാവരുടെ കൂടെ ഓതണം. ഒരു വട്ടം ഇപ്പൊ നമ്മൾ ഓതി ഒന്നുകൂടി ഓതുകയാണ്. ഇതൊക്കെ എന്ത് ചെയ്യണം? പറയുമ്പോൾ ക്ലാസ് കേട്ടാൽ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം? അത് ഓതുകയും ചെയ്യണം. കൂടെ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞതുപോലെ ഓതുക. ഒന്നെങ്കിൽ കൂടെ ഇങ്ങനെ ഓതുക, അല്ലെങ്കിൽ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ആക്കുക, എന്നിട്ട് ഓതുക, പിന്നെ അടുത്തൊന്ന് ഓണാക്കുക. കൂടെ ഓതലായിരിക്കും ഒന്നുകൂടി നന്നാവുക. കുറച്ച് കേൾക്കുക, എന്നിട്ട് കൂടെ ഒന്ന് ഓതുക. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ മുമ്പുള്ള വീഡിയോകൾ കിട്ടണമെങ്കിൽ വളരെ സിമ്പിളാണ്. പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ ഈ വീഡിയോ കാണുന്നതിന് തൊട്ട് താഴെയായിട്ട് മദ്രസ ഖുർആൻ പഠന സഹായി എന്ന് കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പിന്നെ ഒരുപാട് വീഡിയോകൾ അവിടെ കാണാൻ കഴിയും. അതിന്റെ കൂട്ടത്തിൽ തന്നെ അതിന്റെ മേലെ തന്നെ ഉണ്ടാവും വീഡിയോ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. VID എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ മേലെ തന്നെ ഉണ്ടാവും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ മുഴുവനും, കുറെ മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരുപാട് വീഡിയോകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് പിന്നെ ഈ അടുത്ത് നമ്മൾ 13 ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. ആ 13 ക്ലാസ്സുകളും അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ് ഏതാണെന്നുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സൂറത്തുൽ വാഖിയ, സൂറത്തുർ റഹ്മാൻ, പിന്നെ മുൽക്ക്, തബാറക സൂറത്തൊക്കെ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സൂറത്തുകളൊക്കെ ഉണ്ട്. അപ്പൊ നോക്കിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കാണാൻ കഴിയുന്നതാണ്. അപ്പൊ അത് ഒന്ന് ഉണർത്തി നോക്കണം. അപ്പൊ 184-ാമത്തെ ആയത്ത് ഓതാൻ പോവുകയാണ്. അപ്പോ ഓരോന്നായിട്ട് നമുക്ക് മെല്ലെ മെല്ലെ എന്ത് ചെയ്യാം? പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഖുർആൻ അവസാനാവുമ്പത്തിന് എന്ത് ചെയ്യണം? നമുക്ക് ഏകദേശം ഒന്ന് ഓതാനുള്ള ഒരു രൂപത്തിലേക്ക് മാറണം. ആ ഒരു കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ് കേൾക്കുന്നതിലൂടെ കുറെ ചിലപ്പോൾ ചില ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, ചില ആളുകൾക്ക് എന്ത് ചെയ്യും? പിന്നെ ഒരുപാട് ക്ലാസ് കേൾക്കേണ്ടി വരും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഏതായാലും ഖത്മാണ് നമ്മുടെ ഉദ്ദേശം, പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആയിലേക്ക് ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അയ്യാമൻ മഅദൂദാത് فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون. 185
നമുക്കൊക്കെ പരിചയമുള്ള ആയത്താണ്. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. വഖഫ് ചെയ്തു. ഹുദല്ലി ഹുദല്ലി അതിന് മുമ്പ് ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. മദ് മുത്തസ്സില് മദ് മുൻഫസ്സില് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? അല്ലദീ ഉൻസിൽ അല്ലദീ ഉൻസിൽ. ഞാൻ അവിടെ വഖഫ് ചെയ്തു, ലാമിന് സുക്കൂൻ കൊടുത്തു. നീട്ടേണ്ട ആവശ്യമൊന്നും വന്നില്ല, കാരണം ആ തൊട്ട് മുമ്പുള്ളത് സി എന്നുള്ള അക്ഷരമാണ്. അപ്പൊ ഇത് മദ് മുൻഫസ്സിലാണ്. മദ് മുത്തസ്സിൽ എന്താ മുൻഫസ്സിൽ എന്താന്ന് ചോദിച്ചിരുന്നു. എന്താ മുത്തസ്സിൽ എന്ന് പറഞ്ഞാൽ ചേർന്ന് വന്ന മദ്ദക്ഷരത്തിന് ശേഷം അല്ലദീ എന്നുള്ള നീട്ടാൻ അക്ഷരം വന്നല്ലോ, അവിടെ ഒരു യാ വന്നല്ലോ. ആ യാഇന് ശേഷം ഉ എന്ന ഹംസ വന്നത്. ഹംസ ചിലപ്പോ ആന്നായിരിക്കും, ചിലപ്പോ ഈന്നായിരിക്കും അല്ലേ. ഊന്നായാലും ആ ഈ ഊ, ഇതാണ് ഹംസ. ഈ നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഹംസ വന്നാൽ, ഹംസ വന്നത് അടുത്ത വാക്കിലാണെങ്കിൽ മദ് മുൻഫസ്സിലാണ്. മദ് മുൻഫസ്സില് ഈ മദ് എന്താണ്? ഈ ഇവിടെ നീട്ടാൻ ഉപയോഗിക്കുന്ന ഈ യാ അതെന്തായിട്ട് മാറും? മദ് മുൻഫസ്സിലായിട്ട് മാറും. മുൻഫസ്സിൽ എന്ന് പറഞ്ഞാൽ പിന്നെന്താണ്? അത് അടുത്ത വാക്കിലായതുകൊണ്ട് വേറിട്ട് വന്നത് കൊണ്ടാണ് മദ് മുൻഫസ്സിൽ എന്ന് പറഞ്ഞത്. മുത്തസ്സിൽ എന്ന് പറഞ്ഞത് ഈ നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം അതേ വാക്കിൽ തന്നെയാണ് ഹംസ വന്നതെങ്കിൽ, ഉദാഹരണത്തിന് എന്നുള്ളതല്ലേ ഫമൻ ഷാ, അവിടെ നമ്മള് ഫമൻ ഷാ അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഫമൻ ഷാ അല്ലേ, ഷാ എന്ന പദമാണ്. ആ ഷാ എന്ന പദം ഷാ എന്ന മദ്ദക്ഷരം വന്നു അല്ലെ. ഷാ എന്ന് പറഞ്ഞപ്പോ ഒരു അലിഫ് അവിടെ വരികയാണ്. ആ അലിഫ് നീട്ടാനുള്ള അക്ഷരമാണ്. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഹംസ അതേ വാക്കിലാണ് വന്നതെങ്കിൽ, ഷാ എന്നുള്ളത് അതേ ഒരു വാക്കാണല്ലോ, അപ്പൊ അതേ വാക്കിലാണ് വന്നതെങ്കിൽ അതിന്റെ പേരാണ് മദ് മുത്തസ്സില്, ചേർന്ന് വന്നത് എന്നർത്ഥം. ഇവിടെ അല്ലദീ എന്നുള്ളത് വേറൊന്നാണ്, ഉൻസില എന്നുള്ളത് വേറെ ഒന്നുമാണ്. അപ്പോ അതിന്റെ മനസ്സിലാവുന്നില്ലേ? രണ്ട് വാക്കിന്റെ ശേഷമാണ്, ഒന്നിന്റെ ശേഷമാണ് അടുത്ത വാക്ക് വന്നത്. ഊ എന്ന് വന്നത് മദ്ദക്ഷരത്തിന് ശേഷം നീട്ടാൻ ഉപയോഗിക്കുന്ന അലിഫോ യാഓ വാവോ എന്നീ അക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിലാണ് ഹംസ വരുന്നതെങ്കിൽ, ആ ഈ ഊ ഇതാണ് ഹംസ, ഈ ഹംസ വരുന്നതെങ്കിൽ ആ അവിടെ ഉണ്ടാകുന്ന മദ്ദിന്റെ പേരാണ്. ഈ മദ് നമുക്ക് വേഗം തിരിയും, കാരണം അവിടെ ചിഹ്നം ഉണ്ടാകും അല്ലേ. പിന്നെ മദ് മുത്തസ്സിലാണോ മുൻഫസ്സിലാണോ എന്നുള്ള സംശയം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതെന്താണ്? മദ് മുൻഫസ്സിലാണ്. മുത്തസ്സിലാവുമ്പോൾ ഒന്നുകൂടി കാണുമ്പോൾ നമുക്ക് പറയാം. الذي أنزل فيه القرآن ഹുദല്ലി തൻവീന്റെ ശേഷം ലാമാണ് വന്നത്. ഇദ്ഗാമും ബിലാഉന്നയുടെ അക്ഷരമാണ്. ഇദ്ഗാമും ബിലാഉന്നയുടെ അക്ഷരമാണ്. ഹുദല്ലിന്നാസ് അവിടെ ശബ്ദമുള്ള നൂൻ എന്ത് ചെയ്യണം? ഒന്ന് ഡബിൾ ആക്കി കൊടുക്കുക. ലിന്നാസി എന്ന് പറഞ്ഞപ്പോ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. വഖഫ് ചെയ്തു, മദ് ആരിദ് വന്നു. നൂനിന് സുക്കൂന് തൊട്ട് മുമ്പ് അലിഫ് നീട്ടാൻ വന്നു. ഇതാണ് മദ് ആരിദ്. ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും ല്ലേ. മീമിന് സുക്കൂനാണ്, ഹാഇന് ഹു എന്നുള്ളതാണ് സുക്കൂൻ കൊടുക്കണം. ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ നീട്ടാനുണ്ടോ? ഹു എന്നതിന്റെ തൊട്ട് മുമ്പ് മീമാണ്, നീട്ടാനില്ല. അപ്പൊ ഇവിടെ സാധാരണ വഖഫ് ചെയ്യുന്ന പോലെ മീമിന് സുക്കൂൻ ഏതാണ്? ഹാഇന് വഖഫ് ചെയ്യുമ്പോൾ നിർത്തുമ്പോൾ അവിടെയാണ് വഖഫ് ചെയ്യുന്നതെങ്കിൽ ഹാഇന് സുക്കൂൻ കൊടുക്കും. ഫൽയസും ഹു എന്ന് പറയാൻ പറ്റൂല. അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഫൽയസും വമൻ കാന മരീദാ വഖഫ് ചെയ്തു, തൻവീൻ ഫത്ഹാണ്. ومن كان مريضا أو على سفر فعدة من أيام أخر
മിൻ അയ്യാമിൻ ഉഖർ ഫഇദ്ദതും തൻവീന് ശേഷം മീം വന്നു നൗമി. ഇത് ഗാം ബിഗുന്നയുടെ അക്ഷരമാണ്. നൂന് വാവ് മീം യാ. ഫഇദ്ദതും മിൻ അയ്യാമിൻ ഉഖർ. നമുക്കൊന്ന് സുക്കൂണിന്റെ നൂനിന്റെ നിയമങ്ങൾ എന്ന് പറയാം അല്ലേ ഇൻഷാ അല്ലാഹ്. അപ്പോ മദ് ആരിൽ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ നിർത്താനുള്ളത് സ്ഥലം പിന്നെ എവിടെയാണ് എങ്ങനെയാണ് നിർത്തേണ്ടത് എന്ന് മനസ്സിലായി. മദ് ആരിൽ വഖഫ് ചെയ്യുമ്പോൾ തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അക്ഷരമായി വരുന്ന സ്ഥലത്താണ് മദ് ആരിൽ. അത് നമ്മൾ നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനാണോ കൊടുക്കേണ്ടത്, നീട്ടുകയാണോ ചെയ്യേണ്ടത്. സുക്കൂൻ കൊടുക്കേണ്ട സ്ഥലം തെൻവീൻ ഫത്ഹും നീട്ടാനുള്ള സ്ഥലമല്ലാത്ത ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ സുക്കൂനാണ് കൊടുക്കേണ്ടത്. തെൻവീൻ ഫത്ഹാണ് അതുപോലെ തന്നെ നീട്ടാനുള്ള സ്ഥലമാണ് എങ്കിൽ അവിടെ നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ബാക്കിയുള്ളിടത്തൊക്കെ എന്ത് ചെയ്യണം, ബാക്കിയുള്ള പദത്തിനൊക്കെ അവസാനം സുക്കൂൻ കൊടുക്കുക. അവസാനത്തെ അക്ഷരത്തിന് ആ പദത്തിൽ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കുക. അത് മനസ്സിലായില്ലേ. ഇനി പറയാൻ പോകുന്നു അതുപോലെ തന്നെ മദ് പിന്നെ മുൻഫസില് മുത്തസില് പറഞ്ഞു. മദ്ദക്ഷരത്തിന് ശേഷം നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിലാണ് ഹംസ വന്നത്, ആ ഇ ഉ എന്ന് വന്നതെങ്കിൽ അടുത്ത വാക്കിലാണ് വന്നത് അല്ലദീ ഉൻസില എന്ന് പറഞ്ഞു കൊടുത്ത് അടുത്ത വാക്കിലാണ് വന്നത്. അതുപോലെ മദ് മുൻഫസിലാണ്. അതേ വാക്കിൽ ഷാ എന്നുള്ളത് ഷാ എന്ന് നമ്മൾ എന്ത് ചെയ്യും, അവിടെ എങ്ങനെയാണ് മദ് അവിടെ നിർത്തിയാലും നിർത്തിയിട്ടില്ലെങ്കിൽ ആ മദ് അവിടെ വരുന്നതാണ്. എന്ന് പറഞ്ഞിങ്ങനെ ഓതുകയാണെങ്കിൽ അടഞ്ഞു എന്ന് പറഞ്ഞ് വഖഫ് ചെയ്താലും ഇല്ലെങ്കിലും ആ മദ് അവിടെ ഉണ്ടാവും. അയ്യാമിൻ ഉഖർ ലാ ഫഇദ്ദതും മിൻ അയ്യാമിൻ ഉഖർ. ഇനി പറയാൻ പോകുന്നത് സുക്കൂനുള്ള നൂനിന്റെ ശേഷം, നൂനിന്റെ ശേഷം വന്നാലും വേണ്ടില്ല, തെൻവീനിന്റെ ശേഷം വന്നാലും വേണ്ടില്ല. തെൻവീൻ പറഞ്ഞത് ഏതാണെന്ന് അറിയില്ലേ, 2 ഫത്ഹ് 2 കസ്ർ 2 ലം, ഇതാണ് തെൻവീന്. ഈ 2 തെൻവീന് അതെപ്പോഴാ വരും, പദത്തിന്റെ അവസാനം ഒരു വാക്കിന്റെ അവസാനത്തെ ഈ തെൻവീൻ ഫത്ഹ് വരുള്ളൂ. സുക്കൂനുള്ള നൂന് എവിടെയും വരും അല്ലേ. സുക്കൂണിന്റെ നൂന് തുടക്കത്തിലില്ലാത്ത വാക്കിലുള്ള എല്ലാ സ്ഥലത്തും നൂന് വരും. ഇനി എവിടെ വന്നാലും വേണ്ടില്ല, അതൊന്നും നമ്മൾ ആലോചിക്കണ്ട. സുക്കൂനുള്ള നൂന് എവിടെ വന്നോ തെൻവീന് വന്നോ അതിന്റെ ശേഷമുള്ള അക്ഷരം ഏതാണ് എന്ന് നോക്കേണ്ടതുണ്ട്. അപ്പം മിൻ അയ്യാമിൻ ഉഖർ ഇവിടെ കണ്ടില്ലേ, മിൻ അയ്യാമിൻ തെൻവീൻ ഇവിടെ സുക്കൂനുള്ള നൂനാണ് വന്നത്. മിൻ അയ്യാമിൻ ഉഖർ. മിൻ എന്നുള്ളിടത്ത് സുക്കൂൻ വന്നു, അയ്യാമിൻ എന്നുള്ളത് തെൻവീനും വന്നു. അപ്പോൾ തെൻവീന്റെ ശേഷം വന്ന അക്ഷരം ഏതാണ് എന്ന് നോക്കണം. അതുപോലെ തന്നെ സുക്കൂണിലെ നൂനിന്റെയും തെൻവീന്റെയും ഇവിടെ മിൻ എന്നുള്ളിടത്ത് സുക്കൂണിലെ നൂന് വന്നു അല്ലെ. മിൻ എന്നുള്ളിടത്ത് സുക്കൂണിലെ നൂന് വന്നു, അയ്യാം എന്നുള്ളിടത്ത് തെൻവീൻ വന്നു. തെൻവീൻ ഗസറാണ്. തെൻവീൻ ഗസറായാലും ലൊമ്പായാലും ഫത്തായാലും ഒക്കെ നിയമം ഒരുപോലെ തന്നെയാണ്. സുക്കൂണിലെ നൂനായാലും നൂനും തെൻവീനും ഒരേപോലത്തെ നിയമമാണ്. നൂനിന്റെ ശേഷം ബ എന്ന അക്ഷരം വന്നാൽ ബ ഇല്ലേ, സുക്കൂണിലെ നൂനിന്റെ ശേഷം ബ വന്നാൽ അവിടെ ഇഖ്തിലാബ് ആണ്. ഇഖ്തിലാബ് എന്ന് പറഞ്ഞാൽ നൂനിനെ മറിക്കുക. ഇഖ്തിലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അതിന്റെ പേരാണ്. ഇഖ്തിലാബ് എന്ന് പറഞ്ഞാൽ മറിക്കുക എന്നർത്ഥം. നൂനിനെ മാറ്റുക, നൂനിനെ മാറ്റിയിട്ട് മീമാക്കുക, നൂനിനെ മാറ്റിയിട്ട് മീമാക്കുക. എങ്ങനെ എപ്പോഴാ മാറ്റല്, നൂനിന്റെ ശേഷമോ തെൻവീനിന്റെ ശേഷമോ ബ എന്ന അക്ഷരം വന്നാൽ അവിടെ നൂനിനെ മാറ്റിയിട്ട് അവിടെ മീമാക്കി കൊടുക്കണം, എന്നിട്ടാണ് പറയേണ്ടത്. അതിന്റെ പേരാണ് എന്ത്, ഇഖ്തിലാബ്. ഇനി സുക്കൂനുള്ള നൂനിന്റെയോ തെൻവീനിന്റെയോ ശേഷം ലാമോ റാഓ വന്നാൽ, ലാമു എന്ന അക്ഷരം വന്നു അല്ലെങ്കിൽ റ എന്ന അക്ഷരം വന്നു അല്ലെ, റ രി റു ല ലി ലു ഇതാണ് അല്ലേ. ഈ അക്ഷരം വന്നാൽ അവിടെ നൂനിനെ ലാമിലേക്ക് കൊടുക്കുക, നൂനിനെ ലാമിലേക്ക് കൊടുക്കുക, ഇദ്ഗാം ചെയ്യുക. മണിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണ്ട, നമുക്ക് ഓരോന്ന് സ്ഥലത്തും പറയാം. ഇനി സുക്കൂനുള്ള നൂനിന്റെ ശേഷം നൗമി, നൂന് വാവ് മീമ് യാ. സുക്കൂനുള്ള നൂന് വന്നു, അതിന് ശേഷമുള്ള അക്ഷരം വാവാണ് അല്ലെങ്കിൽ നൂനാണ്.
മീമാണ് യാ ആണ്. ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ, അല്ലെങ്കിൽ എല്ലാ അക്ഷരങ്ങളും വരും, അല്ല ഒരക്ഷരത്തിന് ശേഷം പിന്നെ ഒരു അക്ഷരമല്ലേ വരുള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അവിടെ കൂട്ടിയോജിപ്പിച്ച് മണിക്കുകയും ചെയ്യണം, കൂട്ടിയോജിപ്പിച്ച് മണിക്കുകയും ചെയ്യണം. ഇനി പറയുന്ന 6 അക്ഷരങ്ങൾ സുക്കൂനുള്ള നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തൻവീന്റെ ശേഷം ഹംസ, ഹ, ഹ, ഖ, ഐന്, ഗൈന് ഈ 6 അക്ഷരങ്ങൾ വന്നാൽ ഇതൊക്കെ ഹൽക്കിന്റെ തൊണ്ടയുടെ കഴുത്തിന്റെ അവിടുന്ന് വരുന്ന അക്ഷരങ്ങളാണ് അല്ലേ. ആ, ഹ, ഹ, ഖ, അ, വ ഇതൊക്കെ എന്താണ്? ഹൽക്കിന്റെ അക്ഷരങ്ങളാണ്. ഈ ഹൽക്കിന്റെ ഈ 6 അക്ഷരങ്ങൾ സുക്കൂനുള്ള നൂനിന്റെ ശേഷം ഈ 6 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ആ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ വ്യക്തമാക്കണം, വെളിവാക്കണം, ഇൽഹാർ ചെയ്യണം. അതാണ് എന്ത് ഇൽഹാർ ചെയ്യണം എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കണം, വെളിവാക്കണം. ഇതുപോലെ അതിന്റെ ഉദാഹരണമാണ് മിൻ അയ്യാമിൻ. മിൻ എന്ന് സുക്കൂനുള്ള വന്നു, അതിന്റെ ശേഷമുള്ളത് ആ എന്ന ഹംസയാണ് വന്നിട്ടുള്ളത്. ഈ വന്നാലും ഊ വന്നാലും എന്താണ് ഇൽഹാറിന്റെ അക്ഷരമായി ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഹ ഒന്ന് ഇവിടക്ക് എന്ത് ചെയ്യണം? മീൻ എന്ന് വ്യക്തമാക്കി പറയണം. മിൻ അയ്യാമിൻ ഉഖർ. അയ്യാമിൻ എന്ന് വ്യക്തമാക്കി മിൻ മീന് മിൻ എന്ന് പറയാൻ കാരണം എന്താണ്? ശേഷമുള്ളതും ഹംസയാണ്. തൻവീനിന്റെ ശേഷമായാലും സുക്കൂനുള്ള നൂനിന്റെ ശേഷമായാലും ഹംസ വന്നാൽ അവിടെ ഇൽഹാർ ചെയ്യണം, വ്യക്തമാക്കണം. നൂനിനെ നൂനാക്കി തന്നെ സുക്കൂൻ കൊടുത്തിട്ട് വ്യക്തമാക്കി പറയണം. മിൻ അയ്യാമിൻ, മിൻ അയ്യാമിൻ ഉഖർ എന്ന് പറയണം. ഇപ്പൊ അത് മനസ്സിലായില്ലേ? ഇനിയുള്ള ബാക്കി പറയാത്ത അക്ഷരങ്ങൾ 28 അക്ഷരങ്ങളാണുള്ളത്. ഇപ്പൊ പറഞ്ഞത് 13 അക്ഷരങ്ങളാണ്. ബാ പറഞ്ഞു, ലാം പറഞ്ഞു, റാ പറഞ്ഞു, നൗമി, നൂന്, വാവ്, മീം, യാ, ഹംസ, ഹ, ഖ, ഐന്, ഗൈന് ഈ 13 അക്ഷരങ്ങൾ. ഇതല്ലാത്ത ബാക്കി 15 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അവിടെ ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫാ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാ നിയമം പറഞ്ഞതാണ്. എന്താണ് ചെയ്യേണ്ടത്? മറച്ച് കാണിക്കണം എന്ന് പറയാം. അത് നമുക്ക് എന്ത് ചെയ്യാം? സ്ഥലത്തുമ്പോ പറയാം. അപ്പൊ നോക്കി, യുരീദുല്ലാഹു ബികുമുൽ യുസ്റ വലാ യുരീദു ബികുമുൽ ഉസ്ർ. അവിടെ വഖഫ് ചെയ്തു. റാഇന് സുക്കൂന്, തൊട്ട് മുമ്പ് സീനാണ്, സീനിന് സുക്കൂന് അല്ലേ. ഇവിടെ എന്താ ചെയ്യണ്ട? ഇവിടെ നീട്ടൊന്നും വേണ്ട. വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ്. വഖഫ് ചെയ്തു, മദ്ദ ആരിൽ വന്നു. അല്ലാഹ് അവിടെ അലിഫില്ലെങ്കിൽ വഖഫ് ചെയ്യുമ്പോൾ വലിതുകബ്ബിറുല്ലാഹ് വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ. വഖഫ് ചെയ്തു. വഖഫ് ചെയ്തപ്പോൾ നൂനിന്റെ സുക്കൂന് തൊട്ട് മുമ്പ് വാവാണ്, നീട്ടാനുള്ള വാവാണ്. തശ്കുറൂൻ ഒക്കെ എങ്ങനെ കൂട്ടിവയ്ക്ക? വലാ യുരീദു ബികുമുൽ, ബികുമുൽ കൂട്ടി വയ്ക്കേണ്ടത് എങ്ങനെയാണ്? ബികുമുൽ ഉസ്റ വലിതുക്മിലുൽ, വലിതുക്മിലു എന്ന് വായിക്കരുത്. വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ. 186-ാമത്തെ ആയത്ത്. ഈ ആയത്ത് നോക്കി നോക്കി. ഇത് 185 തന്നെ. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്ർ. നേരത്തെ പറഞ്ഞ ഫമൻ ഷഹിദ, നേരത്തെ പറഞ്ഞ ഫമൻ എന്ന് പറയാൻ പാടില്ല. കാരണം എന്താണ്? ശേഷമുള്ള അക്ഷരം നേരത്തെ പറഞ്ഞതിൽപ്പെട്ട ഏതുമല്ല, ഇൽഹാറിന്റെ അക്ഷരമല്ല. ഇൽഹാറിന്റെ അക്ഷരമാണെങ്കിലേ ഫമൻ എന്ന് വ്യക്തമാക്കി പറയുള്ളൂ. അപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞ ലാമും റാവുമല്ല, ബാവുമല്ല, നൗമിയല്ല, ഇൽഹാറിന്റെ 6 അക്ഷരവുമല്ല, ഷീനാണ് അല്ലേ. അപ്പോൾ അവിടെ ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫാ ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഫമൻ ഷഹിദ എന്ന് പറയാതെ ഫമൻ ഷഹിദ, ഫമൻ ഷഹിദ പറയോ? ഇല്ല, പറയില്ല. ഒഴിവാക്കോ? ഇല്ല. രണ്ടിന്റെ ഇടയിലായിട്ട് ഫമൻ ഷഹിദ മിൻ മിൻ. കാരണം എന്താണ്? കാഫ് വന്നു, നേരത്തെ പറയാത്ത അക്ഷരത്തിൽപ്പെട്ടതാണ്. മിൻകുമുശ് ശഹ്റ ഫൽയസും
കണ്ടില്ലേ, വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദ. മരീദൻ തൻവീൻ വന്നു, ശേഷം ഹംസയാണ്. മരീദൻ എന്ന് വ്യക്തമാക്കണം. ഔ അലാ സഫരിൻ ഫ, അല്ലേ? അവിടെ സഫരിൻ ഫ എന്ന് പറയാൻ പാടില്ല. കാരണം സഫരിൻ എന്ന് പറയണമെങ്കിൽ ശേഷമുള്ളത് ഇലാറിന്റെ അക്ഷരമായിരിക്കണം. ഇലാറിന്റെ 6 അക്ഷരത്തിൽപ്പെട്ട ഹംസ, ഹ, ഹ, ഐൻ, ഗൈൻ ഈ 6 അക്ഷരങ്ങളായിരിക്കണം. ഇതൊന്നല്ല. അപ്പോ ഇഖ്ഫായിന്റെ അക്ഷരമാണ്. ഔ അലാ സഫരിൻ ഫഇദ്ദതും മി. തൻവീന്റെ ശേഷം മീം വന്നു. മീം എന്ന് പറഞ്ഞാൽ നൗമി, നൂന് വാവ് മീം യാ. ഇവിടെ എന്ത് ചെയ്യണം? ഈ തൻവീനിനെ മീമിലേക്ക് കൊടുക്കണം. ഫഇദ്ദതും മി. മീമിനെ കട്ടി കൂട്ടുന്നു, മണിക്കുകയും ചെയ്യുന്നു. ഫഇദ്ദതും മിൻ അയ്യാമിൻ ഉഖർ യുരീദുല്ലാഹു ബികുമുൽ യുസ്റ വലാ യുരീദു ബികുമുൽ ഉസ്റ ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. 186. وإذا سألك عبادي عني فإني قريب. നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം? ഒന്ന് ലൈക്ക് ചെയ്യാം. ലൈക്ക് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഏത് വീഡിയോ കാണുകയും ഒന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ, വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ, അഭിപ്രായങ്ങൾ ഒക്കെ രേഖപ്പെടുത്തിയാൽ അതൊക്കെ നമ്മുടെ വീഡിയോ ആളുകളിലേക്ക് എത്താനുള്ള ഒരു സഹായകമാകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കും. സാധാരണ ചെയ്യലുണ്ട്, എപ്പോഴും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. നല്ല ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് അഭിപ്രായങ്ങളും അതുപോലെ തന്നെ കമന്റുകളൊക്കെ രേഖപ്പെടുത്തുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഈ ആയത്ത് എപ്പോഴും നമുക്കൊക്കെ പരിചയമുള്ളതാണ്, അല്ലേ? وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ. അല്ലാഹു തആല പറഞ്ഞതാ, ഒരു അടിമ എന്നോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ബേജാറാണ്ട, നമ്മൾ ഇവിടെ ഉണ്ട്. ആര്? അല്ലാഹു പറയാണ് ഫഇന്നീ ഖരീബ്, നമ്മളെ അടുത്ത് തന്നെ ഉണ്ട്. എന്നാ പിന്നെ അങ്ങോട്ട് പോയി ചോദിക്കാൻ പറ്റുമോ? അത് പറ്റൂല. നമ്മളിവിടെ അടുത്ത് തന്നെ ഉണ്ട്, നിങ്ങൾ ചോദിച്ചോളൂ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോളി എന്നാ പറഞ്ഞേ. അല്ലാഹു തആല എന്തും ചോദിച്ചോളി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ പോയിട്ട് ചോദിക്കാൻ പറ്റുമോ? അത് പറ്റൂല. ചോദിക്കണതിന് കുഴപ്പമില്ല, അതിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മളായിരിക്കണം. നമ്മൾ നമ്മളായിട്ട് ചോദിക്കുമ്പോൾ നമ്മളിവിടെ അടുത്തുണ്ട് എന്ന്, അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മളായിട്ട് ചോദിക്കുമ്പോൾ അപ്പോഴാണ് അല്ലാഹു തആല ഫഇന്നീ ഖരീബ്. അല്ലെങ്കിൽ ചോദിച്ചത് മുഴുവൻ കിട്ടണമല്ലോ. ചോദിച്ചത് മുഴുവൻ നമുക്ക് ഉത്തരം കിട്ടുമോ? ഉത്തരം കിട്ടും. ഒന്നെങ്കിൽ ഇപ്പൊ കിട്ടും, അല്ലെങ്കിൽ പിന്നീട് കിട്ടും, അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കിട്ടും, അല്ലേ? നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഉത്തരം ലഭിക്കുക. ഇനി അതൊന്നും ഉത്തരം കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടോ അതിനൊക്കെ ഉത്തരം ലഭിച്ചിട്ടില്ല എങ്കിൽ ഒരു കാരണവശാലും നിരാശപ്പെടേണ്ടതില്ല. പടച്ചോന് ഞാൻ എത്ര ദുആ ചെയ്ത് അവിടെ പോയി ഇവിടെ പോയി, ഞാൻ മമ്പുറത്ത് പോയി അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് ഞാൻ പലതും ദുആ ചെയ്തിട്ടുണ്ട്, ഒന്നിനും ഉത്തരം കിട്ടിയിട്ടില്ല എന്ന നിരാശ വേണ്ട. കാരണം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്, ഒരാൾ ദുആ ചെയ്തിട്ട് ആ ദുആക്ക് ഉത്തരം കിട്ടുന്നത്, അവസാനമായിട്ട് ഉത്തരം കിട്ടുന്നത് ആഖിറത്തിൽ വെച്ചുകൊണ്ടാണ്. ഉത്തരം കിട്ടാത്തവർക്കുള്ള ഒരു വലിയ മഹത്തായ പ്രതിഫലം അവിടുന്ന് വേറെ കൊടുക്കുമെന്ന് മഹാനായ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ആ ഒരു ഉത്തരം, അവിടെ നിന്നുള്ള ഉത്തരം, അവിടെ നിന്ന് അതിന്റെ പ്രതിഫലം ഇങ്ങനെ കാണുമ്പോൾ, ഉത്തരം ലഭിക്കാത്തവർക്ക് കൊടുക്കുന്ന പ്രതിഫലം ഇങ്ങനെ കാണുമ്പോൾ, പടച്ച റബ്ബേ ഇത്രമാത്രം വലിയ പ്രതിഫലം ഉണ്ടെങ്കിൽ എന്റെ ദുആ ഒരുപാട് സ്വീകരിച്ചിട്ടുണ്ട്. ദുനിയാവിൽ വെച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ഉത്തരം നൽകാതിരുന്നെങ്കിൽ എന്ന് അവിടുന്ന് കൊതിക്കുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അപ്പൊ അതിനർത്ഥം ഉത്തരം കിട്ടണ്ട എന്നല്ല. അപ്പൊ ഉത്തരം കിട്ടാത്തവർക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അത്രയും വലിയ
മഹത്തായ പ്രതിഫലം നാളെ പരലോകത്ത് വെച്ചുകൊണ്ട്, സ്വർഗീയ ലോകത്ത് വെച്ചുകൊണ്ട് അത് അനുഭവിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കുമെന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അപ്പൊ അത്രയും വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ് ദുആ ചെയ്യുക എന്നുള്ളത്. അത് ദുആ എന്നുള്ളത് ഒരു ഇബാദത്താണ്. അത് ആത്മാർത്ഥമായിട്ട്, കൂടുതൽ ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ ചോദിക്കുക, അതൊക്കെ ഒരു ഇബാദത്താണ്. നമ്മൾ നമ്മളെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കാനുള്ളത് നമ്മൾ ചോദിക്കുക, തരാനുള്ളത് അവനാണ്. ഖൈറായത് നൽകും, ഖൈറായത് നൽകൂല. ചിലതങ്ങനെയാണ്. ചില കുട്ടികളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ചെറിയ കുട്ടികളൊക്കെ നമ്മളോട് എന്തെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ ഒരു കുട്ടിയെ ഒരു ഷോപ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുട്ടിയെ എന്ത് ചെയ്യും, പിന്നെ കുട്ടി ചിലപ്പോൾ എന്ത് ചെയ്യും, ആവശ്യപ്പെടുന്നത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറില്ല. കുട്ടിക്ക് അനുയോജ്യമായത് എന്താണോ എന്ന് നമുക്ക് തോന്നും, ആ തോന്നുന്നതേ നമ്മൾ വാങ്ങിക്കൊടുക്കാറുള്ളൂ. കുട്ടി ചോദിക്കുന്നു മുഴുവൻ വാങ്ങിക്കല്ല. കുട്ടികൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഉപ്പാപ്പാൻ്റെ ഉമ്മാമാരെ ചിലപ്പോൾ വലിയ ചെരുപ്പടക്കം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ചെരുപ്പ് ഇട്ടുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ നടക്കും. കുട്ടി ചിലപ്പോൾ ആ ചെരുപ്പ് തന്നെ മതിയെന്ന് അറിയും അല്ലെ, എങ്ങനെ ഉണ്ടാവും ചില കുട്ടികൾ, ആ ചെരുപ്പ് തന്നെ മതിയെന്ന് അറിയും. നമ്മളെന്താ കൊടുക്കല്, നമ്മൾ കുട്ടിക്ക് അനുയോജ്യമായ, കുട്ടി നടക്കാനൊക്കെ പ്രായമായിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ചെരുപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുട്ടി ആ വലിയ ചെരുപ്പ് വാങ്ങിയിട്ട് കൊടുക്കുക. ഇല്ല, നമുക്ക് ഹയറായത് എന്താണെന്നുള്ളത് നമുക്കറിയാം, നമ്മൾ അത് കൊടുക്കുകയാണ്. അപ്പൊ ഇതുപോലെ നമ്മൾ പലതും നമുക്ക് തോന്നും ഹയർ ഏതാണ് എന്നുള്ളത്, നമ്മൾ ഇന്നതാണ് ഹയറായിരിക്കും എന്നത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പലതും ചോദിക്കും. പക്ഷേ നമ്മുടെ യജമാനനായ ഉടമയായ അള്ളാഹു തആലക്കറിയാം നമുക്ക് എന്താ വേണ്ടത് എന്നുള്ളത് നമുക്കറിയാം. കുട്ടി ചോദിക്കുന്നത് എന്താണ്, കുട്ടി ചോദിക്കുന്നത് നമ്മൾ വാങ്ങിക്കൊടുക്കാറില്ല. കാരണം കുട്ടിയുടെ യജമാനനായ വാപ്പയും ഉമ്മാക്കും അറിയാം കുട്ടിക്ക് അനുയോജ്യമായത് എന്താണെന്നുള്ളത്. അപ്പൊ കുട്ടിക്ക് അനുയോജ്യമായത് എന്താണോ ഒന്നെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ കൊടുക്കൂല. ഹൈറായെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ കൊടുക്കൂല. അല്ലെങ്കിൽ ഹൈറായത് ഏതാണോ അത് നമ്മൾ കൊടുക്കും. കുട്ടി ചോദിച്ചത് തന്നെ ചിലപ്പോൾ കൊടുത്തോളണം എന്നില്ല. ചിലത് കുട്ടി ചോദിച്ചത് കൊടുക്കും, ചിലത് ചിലപ്പോൾ എന്ത് ചെയ്യും, വേറെ ഏതെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ കൊടുക്കൂല. ഇതെന്താണ്, കുട്ടിയെ കുറിച്ച് നമുക്കറിയാം, നമ്മളെ കുറിച്ച് അറിയുന്ന യജമാനനായ അള്ളാഹ്ക്കറിയാം നമുക്ക് എന്താണ് ഹൈർ എന്നുള്ളത്. നമുക്കൊരു പക്ഷേ അത് ചിലപ്പം നമ്മൾ ചോദിച്ചത് നമുക്കറിയില്ല എന്താണ് അവസ്ഥ എന്നുള്ളത്. പക്ഷെ അതിൻ്റെയൊക്കെ ഹൈറായത് എന്താണ് എന്നുള്ളത് എല്ലാം അറിയുന്ന പടച്ച റബ്ബിന് അറിയാം ഇവൻക്കത് കൊടുത്താൽ ശരിയാവൂല എന്ന്. അപ്പൊ അത് ചിലപ്പോൾ നീട്ടിവെക്കും, ചിലപ്പം കുറച്ച് കഴിഞ്ഞിട്ട് നൽകും, അല്ലെങ്കിൽ തീരെ നൽകൂല. ഇനി നൽകിയാലും ഇല്ലെങ്കിലും അല്ലാഹു തആല ഫഇന്നി ഖരീബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും തരണോ തരണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്ന ആരാണ്? അല്ലാഹു തആലയാണ്. അപ്പൊ ചോദ്യം നമ്മുടെ ഭാഗത്തുനിന്ന് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഉത്തരം ചോദിക്കേണ്ടത്, എന്ത് ചെയ്യാ, ദുആ ചെയ്യേണ്ടത് ആത്മാർത്ഥമായിട്ട്. ചോദ്യം എന്ന് പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നോട് നിങ്ങൾ ചോദിച്ചോളി എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടോളി, ഞാനത് എന്ത് ചെയ്യും, നൽകും. അപ്പൊ ആ പടച്ച റബ്ബിനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉടമയാണ്. ആ ഉടമയോട് ചോദിക്കേണ്ട രൂപത്തിൽ നമ്മൾ ചോദിക്കണം. ചോദിക്കേണ്ട രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, നേരെ എടുത്തുകാണ് പടച്ചവനാകെ തരണം എന്ന് പറയാൻ പറ്റുമോ? അത് പറ്റൂല. ഉടമയായ അള്ളാഹുവിനോട് എങ്ങനെയാണ് ചോദിക്കേണ്ടത്, ആ രൂപത്തിലാണ് ചോദിക്കേണ്ടത്. ദുആഇന് ഒരു ആദാബുകളുണ്ട്, മര്യാദകളുണ്ട്. ആ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് അല്ലേ, നമ്മളൊരു വീട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ കാണാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മദ്ഹൊക്കെ ചിലപ്പോൾ പറയും. അങ്ങനെ മദ്ഹൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിനോട് എന്ത് ചെയ്യും, അവസാനം നേരിട്ട് പോയിട്ട് എനിക്ക് ഇന്നത് വേണമെന്ന് നമ്മൾ പറയുമില്ല. ഏതൊരു സംഗതി ആവശ്യപ്പെടുമ്പോഴും ആവശ്യപ്പെടേണ്ട രൂപത്തിലാണ് നമ്മൾ ആവശ്യപ്പെടേണ്ടത്. അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ പടച്ചറബിനോട് പറയുമ്പോൾ പടച്ചറബിന് നമുക്ക് നമ്മുടെ നിസ്കാരങ്ങളോ ദുആവോ അല്ലെങ്കിൽ ഖുർആനോത്തോ ഒന്നും പടച്ചറബിന് ആവശ്യമില്ല. പിന്നെ എന്താണ്, പടച്ചറബ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവൻ നമ്മുടെ അടിമയാണ്. ആ അടിമ ഉടമയോട് ചെയ്യേണ്ട ഒരുപാട് മര്യാദകളുണ്ട്. ആ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മളെ കർമ്മങ്ങൾ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും മറ്റുള്ള കർമ്മങ്ങൾ നിസ്കരിക്കുമ്പോഴും നോമ്പ് നോൽക്കുമ്പോഴും മറ്റുള്ള സ്വതക്കുകൾ ചെയ്യുമ്പോഴും മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ നിയ്യത്ത് നമ്മൾ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം. പരമാവധി ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഒരു നിസ്കാരം നിസ്കരിച്ചുകൊണ്ട് പടച്ചറബേ ഞാനിത് നിസ്കരിച്ചിട്ടുണ്ട്, നിന്നെ കൊണ്ടാവുന്ന രൂപത്തിൽ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട് അല്ലെ, നമ്മളൊരു സദസ്സിലേക്ക് സംഭാവന ഒരു സന്ധിയും ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ദുആക്ക് ഇജാബത്ത്, ദുആന്റെ ഒരു മജ്ലിസിലൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സംഭാവന എന്തെങ്കിലും കൊടുക്കാറുണ്ട്. അതൊക്കെ എന്താ കാരണം? ഇതൊക്കെ പടച്ചറബിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. ദുആ ചെയ്യുന്നതിന് മുമ്പ് അവിടെ മുമ്പിൽ ഒരു സമർപ്പിക്കുക പടച്ചറബിലെ. കഅബ പണി പൂർത്തിയാക്കിയ ശേഷം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ദുആ ചെയ്തു, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം.
പടച്ച റബ്ബിനോട് ദുആ ചെയ്യാണ്, നീ സ്വീകരിക്കണേ. എന്താ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞത്? ഈ ഒരു കർമ്മം മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഏത് കർമ്മം നമ്മൾ നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആ നിസ്കാരം അവിടെ നിസ്കരിച്ചിട്ടുണ്ട്, ഇനി ദുആ ചെയ്യാണ്, പടച്ച റബ്ബേ റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്, മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഈ പ്രവർത്തനം മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ സ്വതക്ക ചെയ്തിട്ടുണ്ട്, സംഭാവന നൽകിയിട്ടുണ്ട്, ഈ സംഭാവന മുൻനിർത്തിക്കൊണ്ട് നിങ്ങളോട് ദുആ ചെയ്യുകയാണ്, പടച്ച റബ്ബിനോട് ദുആ ചെയ്യാണ്. ഇതിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ ഇതിന്റെ ഒരു പവർ കൊണ്ട്. അപ്പൊ ഞങ്ങൾ 2 റക്അത്ത് ദുആ നിസ്കരിച്ചിട്ടുണ്ട്, തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്, മറ്റുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കേണ്ട രൂപത്തിലേക്ക് ആവുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? ഹംദും സ്വലാത്ത് കൊണ്ട് തുടങ്ങുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ്. കാരണം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാത്ത ഒരു നിസ്കാരമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എവിടൊക്കെ അള്ളാഹുവിനെ പറഞ്ഞിട്ടുണ്ട്, അവിടൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അള്ളാഹു തആല തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ മുത്തുനബിയുടെ സ്വലാത്ത് ചൊല്ലിയിട്ട് ഒന്ന് ദുആ ചെയ്യാം. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാം. അതുപോലെ തന്നെ ഹംദും സ്വലാത്ത് കൊണ്ടും അവസാനിപ്പിക്കുക. ഇങ്ങനെ ഒരു ദുആ നമ്മൾ ദുആ ചെയ്ത് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താൽ ഫഇന്നി ഖരീബ്, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പഠിപ്പിച്ചതാണ്. ഞാൻ നിങ്ങളുടെ അടുത്തുണ്ടാകും. നിങ്ങൾ ആ രൂപത്തിലേക്ക് നിങ്ങൾ എന്നിലേക്ക് അടുക്കണം. നിങ്ങൾ എന്നിലേക്ക് അടുത്താൽ ഫഇന്നി ഖരീബ്, ഞാൻ നിങ്ങളുടെ അടുത്തുണ്ടാവും. അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ നൽകും. അതുകൊണ്ടാണ് മഹാന്മാരുടെ അടുത്ത് മമ്പർത്തും അതുപോലെ തന്നെ മൊയ്തീൻ ശൈഖിനൊക്കെ നമ്മൾ ബദരീങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടൊക്കെ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈ മഹാന്മാരെ മുൻനിർത്തിക്കൊണ്ടാണ് ചോദിക്കുന്നത്. കാരണം നമ്മൾ അള്ളാഹിനോട് കൂടുതൽ അടുപ്പം ഇല്ല. അപ്പൊ അടുപ്പമുള്ള ആളുകളെ പിടിച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം. അപ്പൊ അതിനാണ് എന്ത് ചെയ്യുക? അല്ലാതെ അള്ളാഹു തആല നമ്മൾ പറഞ്ഞൊക്കെ കേൾക്കും. പിന്നെന്താണ്? നമ്മൾ അള്ളാഹുമായിട്ടൊരു കണക്ഷൻ ഇല്ല. അപ്പൊ ആ കണക്ഷൻ ഉള്ളവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും പഴയ കാലത്തൊക്കെ ഒരു ടോർച്ചിന്റെ നമുക്ക് അറിയാം, ആ 3 ബാറ്ററിയുള്ള ടോർച്ച് അല്ലെ, 3 ബാറ്ററിയുള്ള ടോർച്ചിന് 2 നല്ല പവറുള്ള ബാറ്ററി ആണെങ്കിൽ മറ്റത് കുറച്ച് ബാറ്ററി പവർ കുറഞ്ഞാലും ആ ടോർച്ച് കത്തും. കാരണം എന്താണ്? അതിന് മുന്നിലും ബാക്കിലും ഇത് നടുവില് ബാറ്ററി പവർ കുറഞ്ഞതാണെങ്കിലും ആ ബൾബ്, ആ ടോർച്ചിലെ ബൾബ് പ്രകാശിക്കാൻ ഈ 2 പവർ കൊണ്ട് എന്ത് ചെയ്യും? ഈ ബൾബ് പ്രകാശിക്കും. എന്തേ കാരണം? അപ്പൊ ആ ഒരു കണക്ഷനാണ് ആളുകൾ, എനർജിയുള്ള ആളുകളുമായിട്ടുള്ള ഒരു കണക്ഷൻ. അപ്പൊ കൂടുതൽ ഇബാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ച ആളുകളുമായിട്ടുള്ള ഒരു കണക്ഷൻ പടച്ച റബ്ബിലേക്ക് കൂടുതലായിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് അവരൊക്കെ നമ്മൾ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നത്. അല്ലാഹു തആല അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അവരോട് കൂടെ സ്വർഗീയ ലോകത്തൊക്കെ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമ്മളൊക്കെ വിശുദ്ധ ഖുർആനൊക്കെ പാരായണം ചെയ്യുമ്പോൾ, ഈ പാരായണം ചെയ്തിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമായിരിക്കും. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്യാം. നമ്മുടെ ഭാഗങ്ങൾ നമ്മൾ ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രദ്ധിക്കണം. എന്നിട്ട് ദുആ ചെയ്യാം. അതല്ലാതെ കുറെ ഞാൻ ദുആ ചെയ്തുകൊണ്ട് പിന്നെ ഉത്തരം കിട്ടുന്നില്ല എന്നൊന്നും ആരും നിരാശപ്പെടേണ്ടതില്ല. എല്ലാം നൽകുന്നവനവനാണ്. നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചോദിക്കുക, യഥാർത്ഥ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാം, നമ്മൾ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുകയും ഒക്കെ ചെയ്യാം. അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല അവന്റെ വിശുദ്ധ കലാമ് നമ്മളൊക്കെ പാരായണം ചെയ്യുകയും നമ്മൾ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. ഈ വിശുദ്ധ ഖുർആന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും നമുക്ക് പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രയാസമുള്ളവരുണ്ട്, എല്ലാവിധ പ്രയാസങ്ങളും രോഗങ്ങളുള്ളവരുണ്ട്. എല്ലാവർക്കും പരിപൂർണ്ണ ആഫിയത്തും ദീർഘായുസും സിഹത്തും ഖുവ്വത്തും അള്ളാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനിലായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊരിച്ചുകൊണ്ട് റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ മരണപ്പെടാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ വിഷമങ്ങൾ, കടമുള്ളവരുണ്ട്, അതുപോലെ തന്നെ രോഗമുള്ളവരുണ്ട്, വീട് പണി പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചവരുണ്ട്, വീട് ജപ്തി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഹജ്ജിന് ഉംറക്കൊക്കെ പോകാൻ ഉദ്ദേശിച്ച ആളുകളുണ്ട്, ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് പോകാൻ ഒക്കെ പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ മക്കളൊക്കെ, അതുപോലെ തന്നെ നമ്മളൊക്കെ സ്വാലിഹീങ്ങളാകാൻ വേണ്ടിയൊക്കെ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജോലിയിലൊക്കെ ബർക്കത്തുണ്ടാകാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ പല നിലക്കും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല എല്ലാം ഹൈറായ സമയത്ത് നമുക്ക് എത്തിച്ചു നൽകി നമുക്കൊക്കെ എല്ലാ നിലക്കും മനസ്സിന് സമാധാനമാകുന്ന സന്തോഷമാകുന്ന രൂപത്തിൽ ഒരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരവസ്ഥ അങ്ങനെയൊന്നും വരാതെ, ഒരാൾ നമ്മളെ താങ്ങി നിർത്തേണ്ട ഒരവസ്ഥ അങ്ങനെയൊന്നും വരാതെ ഒരു ജീവിതം അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ആയത്ത് ഓതിയപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. നമ്മൾ
കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. ഇവിടെ വഖഫ് ചെയ്തപ്പോൾ നൂനിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള വാവാണ്, അവിടെ മദ്ദ് ആരിദ് ഉണ്ടാവുകയാണ്. وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان. അവിടെ വഖഫ് ചെയ്തു മദ്ദ് ആരിദ് വന്നു. فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. 187 أحل لكم ليلة الصيام الرفث إلى نسائكم. ഈ മദ് കണ്ടില്ലേ, നിസായിക്കും. നിസാ എന്ന മദ്ദക്ഷരം അല്ലെ, അവിടെ ഒരു മദ് അലിഫ് വന്നു. ആ മദ്ദക്ഷരത്തിന് ശേഷം ഈ എന്ന വാക്ക് വന്നത്, ഹംസ വന്നത്. ഈ എന്നത് വാവും വരെ ഇതും അല്ലെ, പിന്നെ ഈ എന്നത് ഹംസയാണ്. ചിലപ്പോൾ വാവിന്റെ മുകളിൽ ഹംസ ചെയ്തലുണ്ട്, അതൊക്കെ ഹംസയാണ്. ഹംസ വന്നാൽ അതൊക്കെ ഹംസയാണ്. അലിഫിന്റെ മുകളിൽ ഹംസ വന്നാലും അലിഫിന്റെ താഴെ ഹംസ വന്നാലും ഇതൊക്കെ എന്താണ്, ഹംസ തന്നെയാണ്. ഹംസ പല രൂപത്തിലും വരും യാഇന്റെ മുകളിലായിട്ട്. അപ്പൊ ഇത് എന്ത് ചെയ്യും, ഈ രൂപത്തിലും നമ്മൾ യാതല്ലേ. അപ്പോ ഇലാ നിസായിക്കും, ഇവിടെ മദ്ദക്ഷരം അലിഫാണ് വന്നത്. ഈ മദ്ദക്ഷരത്തിന് ശേഷം അതേ വാക്ക് തന്നെയാണ് ഹംസ വന്നത്. ഇത് മദ് മുത്തസ്സിലാണ്, ചേർന്ന് വന്നത്. അല്ലദീ ഉൻസിൽ എന്ന് നേരത്തെ പറഞ്ഞത് മദ് മുൻഫസിലാണ്. അല്ലദീ എന്ന വാക്കിന് ശേഷമാണ് അടുത്ത വാക്കിലാണ് ഉ എന്ന് വന്നത് അല്ലെ. മദ്ദക്ഷരത്തിന് ശേഷം അല്ലദീ എന്നതിലെ അതിന്റെ ശേഷം ഉള്ള അടുത്ത വാക്കിലാണ് ഉ ഉൻസില എന്നതിലെ ഉ എന്ന് വന്നത്. അപ്പൊ അവിടെ മദ് മുൻഫസിലായിരുന്നു, ഇവിടെ മദ് മുത്തസ്സിലാണ്. ഇതാണ് രണ്ടും മാറ്റം. മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ്. ഇനിയും മനസ്സിലാവാത്തിട്ടുണ്ടെങ്കിൽ ആ താഴെ നമ്പറിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഹുന്ന ലിബാസുൽ ലക്കും ഹുന്ന ലിബാസുൽ ലക്കും ഹുന്ന ലിബാസുൽ ലക്കും. ലിബാസുല്ല തൻവീന്റെ ശേഷം ലാമു വന്നു. നേരത്തെ പറഞ്ഞു ലാമിൻ തൻവീന്റെ ശേഷമോ സുക്കൂൺ നൂനിന്റെ ശേഷമോ ലാമോ റാ വന്നാൽ നേരെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക. ലിബാസുല്ല ലിബാസുല്ല ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ. ലിബാസുല്ല ലിബാസുല്ല തൻവീന്റെ ശേഷം ലാമു വന്നു. ഇദ്ഗാമും ബിലാഹുന്നയാണ്. ഇദ്ഗാമും ബിലാഹുന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടി യോജിപ്പിക്കുക, മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക. അതിനാണ് എന്ത് ചെയ്യുക, മണിക്കാതെ നേരെ കൂട്ടി യോജിപ്പിക്കുക. തെൻവീനിനെ ലിബാസുൻ എന്ന സുന്ന് അല്ലെ, സുൻ എന്നാണ് പറയേണ്ടത്. പക്ഷെ അതെന്ത് ചെയ്യാ, സുന്ന് എന്ന് പറയാതെ സുല്ല എന്ന് പറയണം. നൂനിനെ ലാമിലേക്ക് കൊടുത്തു, ലാമ് അപ്പം എന്ത് ചെയ്തു, ലാമ് കട്ടി കൂടി. അപ്പൊ എന്ന് പറയാൻ നൂനിനെ ലാമിലേക്ക് കൊടുത്ത് അപ്പം എന്ത് ചെയ്തു, ലാമിന് കട്ടി കൂടി സുല്ല. വഅൻതും ലിബാസുൽ ലഹുൻ അലിമല്ലാഹു അന്നകും കുൻതും തഖ്താനൂന അൻഫുസകും ഫതബ അലൈക്കും വഅഫാ അൻകും ഫൽആന കഴിഞ്ഞിട്ട് ഒരു അലിഫ് ഉണ്ട് അല്ലേ, വസ്ലിൻ ഹംസയാണ്. വസ്ലിൻ ഹംസയുടെ തിരിയാനുള്ള അടയാളമാണ് ആ മുകളിലുള്ള ആ സ്വാദിന്റെ ചെറിയ ചിഹ്നം. സ്വാദ് മുറിച്ച ഒരു ചിഹ്നാണ് അല്ലെ, സ്വാദിന്റെ കുട്ടി. അപ്പൊ അത് വസ്ലിൻ ഹംസയാണ്. ചേർത്തി ഓതുമ്പോൾ അത് ഉച്ചരിക്കുകയില്ല. ഫൽ ആന എന്നാണ് വായിക്കേണ്ടത്. ഫാൽ ആന എന്ന് വായിക്കരുത്. ഫൽ ആന ബാശിറൂഹുന്ന വബ്തഗൂ മാ കതബല്ലാഹു ലക്കും. ലക്കും വഖഫ് ചെയ്തു.
മീമിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള കാഫിന് ലൊമ്മാണ്. അതുപോലെ ലക്കും എന്ന് പറഞ്ഞാൽ മതി. وكلوا واشربوا حتى يتبين لكم الخيط الأبيض من الخيط الأسود من الخيط الأسود من الفجر ثم أتموا الصيام إلى الليل ഇവിടെ വഖഫ് ചെയ്തു ഇലല്ലൈൽ. ഇവിടെയും നേരത്തെ പറഞ്ഞല്ലോ മദ് ആരിൽ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ മദ് ലീന് വരും എന്ന് പറഞ്ഞിരുന്നു. മദ് ലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ മദ് മുത്തസിൽ എന്താണ്, മദ് മുൻഫസിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഒരു മദ് കൂടിയുള്ളത് മദ് ലാസിമ് അല്ലെ? മദ് ലാസിമ് അത് നമുക്ക് പറയാം. അതിനു മുമ്പ് മദ് മുത്തസിലും മുൻഫസിലും നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇൻഷാ അല്ലാഹ് വരുന്ന ഞാനും വിഷമിക്കേണ്ട, നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഇതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാം. അപ്പൊ അതെന്ത് ചെയ്യും, കൂടുതൽ പ്രാവശ്യം ഇങ്ങനെ പറയുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ മനസ്സിലാകും ഇൻഷാ അല്ലാഹ്. മദ് ലാസിമും മദ് മുൻഫസിലും മദ് മുത്തസിലും പറഞ്ഞു, മദ് ആരിദും പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ മദ് ലീൻ ഉണ്ട് എന്ന് പറഞ്ഞു. അതിന് ചിഹ്നം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. ചിഹ്നമില്ലാത്ത രണ്ട് മദ്ദാണ് മദ് ആരിദ്, മറ്റൊന്ന് മദ് മുത്തസില്. ഇതുപോലെ തന്നെയാണ് അവസാനത്തതിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം യാ അല്ലെങ്കിൽ വാവ്. വാവിന് സുക്കൂന് വരിക, യാന് സുക്കൂന് വരിക. യാനും വാവിനും സുക്കൂന് വരിക, തൊട്ട് മുമ്പ് ഫത്ഹ ആവുകയും ചെയ്യാം. ലൈലി എന്നുള്ളിടത്ത് അവസാനത്തെ അക്ഷരത്തിന് മുമ്പ് യാ അല്ലെങ്കിൽ വാവ് വന്നു, അതിന് തൊട്ട് മുമ്പ് ഫത്ഹ് വരിക. ഇപ്പൊ കണ്ടില്ലേ? ഫജിരി എന്നുള്ളത് ഫജർ എന്ന് ഇവിടെ ഈ ഫജർ എന്നുള്ള കണ്ടില്ലേ? റാഇന് സുക്കൂന്, തൊട്ട് മുമ്പ് ജീമാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യൂല, മദ് ലീന് വരൂല. കാരണം ലീന് വരണമെങ്കിൽ ലൈലി എന്ന പദം കണ്ടില്ല, ഈ ലൈല് തൊട്ട് മുമ്പത്തെ അക്ഷരം യാ ആയിരിക്കണം അല്ലെങ്കിൽ വാവായിരിക്കണം. യാ ഓ വാവായിരിക്കണം. അതിന് സുക്കൂൻ ഉണ്ടാവുകയും ചെയ്യണം. അതിന് തൊട്ട് മുമ്പ് ഫത്ത് ആവുകയും ചെയ്യാം. ഇങ്ങനെയുള്ള സ്ഥലത്തെ മദ്ദലീന് വരികയുള്ളൂ. മദ്ദലീന് വരണമെങ്കിൽ അപ്പൊ ഇവിടെ എങ്ങനെ മദ്ദലീന് എങ്ങനെയാ? ലൈൽ എന്ന് അല്പം നീട്ടിയിട്ട് ഒന്ന് പറയാം. അതിലാണ് മദ്ദലീന് എന്ന് പറയാം. മദ്ദലീന് അവസാനത്തെ വഖഫ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം യാ ഓ വാവോ വരികയും അതിന് സുക്കൂൻ ആവുകയും ചെയ്താൽ എന്ത് മദ് ലീന് വരും. അപ്പൊ ഇലല്ലൈൽ നമ്മൾ സാധാരണ ബാങ്കിലുണ്ടല്ലോ, സുബഹി ബാങ്കില് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറഞ്ഞ പോലെ മിനൻ നൗം അസ്സലാത്തു ഖൈറും മിനൻ നൗമി എന്നുള്ളത് അല്ലെ? മീമിന് സുക്കൂന് തൊട്ട് മുമ്പുള്ളത് വാവാണ്. വാവായപ്പോ അതിന് മുമ്പ് ന എന്നുള്ളതാണ്. അപ്പോ ഫത്ഹ വന്നത്. അപ്പൊ അവിടെ വാവിന് സുക്കൂൻ വന്നു. അപ്പൊ അവിടെ വഖഫ് ചെയ്യുമ്പോ നൗം ലൈൽ ഖൗഫ് ലീലാഫി ഖുറൈശ് അടക്കാൻ മദ് വരുന്നുണ്ട്. അവിടെ എന്താണ്? ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ്. ഫ ല യാ സുകൂൻ വന്നു. ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് فليعبدوا رب هذا البيت. അവിടെ ബൈത്തി എന്നുള്ള ബൈത്തി എന്നാണ്. താഇന് സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പുള്ള യാ ആണ്, യാഇന് സുക്കൂനാണ്. അതിന് തൊട്ട് മുമ്പ് ബ എന്നുള്ളതാണ് അല്ലെ? ബൈത്ത് മദ് ലീന് വന്നു. റബ്ബ ഹാദൽ ബൈത്ത് الذي أطعمهم من جوع
ജൂ എന്നുള്ളടത്ത് മദ് ലീനല്ല, മദ് ആരിദാണ്. രണ്ടും വ്യത്യാസം മനസ്സിലാക്കണം. ജൂ മദ് ആരിദാണ്. കാരണം എന്താണ്? അയിന് സുക്കൂൻ കൊടുത്ത് തൊട്ട് മുമ്പുള്ള വാവിന് സുക്കൂനല്ല, നീട്ടാനുള്ള അക്ഷരമാണ് അല്ലെ. നീട്ടാനുള്ള അക്ഷരമായതുകൊണ്ട് മദ് ആരിദാണ്. അതിന് ശേഷമുള്ളതാ മിൻ ജൂ അല്ലദീ അത്അമഹും മിൻ ജൂ വആമനഹും മിൻ ഖൗഫ്. ഖൗഫ് അവിടെ വാവിന് സുക്കൂനുണ്ട് അല്ലേ. ആ സൂറത്തിലേക്കൊന്ന് നോക്കിയാൽ മതി. ആ സൂറത്ത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മദ് ലീന് പെട്ടെന്ന് മനസ്സിലാവും. അതിലുള്ളത് മുഴുവൻ എന്താണ്? മദ് ലീനാണ്. മിൻ ജൂ അവിടെ എന്താണ്? മദ് ആരിദാണ് വരുന്നത്. കാരണം സുക്കൂൻ അവിടെ കാണണം. സുക്കൂൻ ഉണ്ടെങ്കിലേ മദ് ലീന് വരികയുള്ളൂ. ഇല്ലെങ്കിൽ മദ് ആരിദ് വരുന്നിടത്ത് മദ് ആരിദ് വരും ചെയ്യും. അപ്പോ ഇവിടെ നോക്കി ثم أتموا الصيام إلى الليل ولا تباشروهن وأنتم عاكفون في المساجد. ദാലിന്റെ സുക്കൂന് തൊട്ടുമുമ്പുള്ള ജീമാണ്. അപ്പൊ സാധാരണ നിർത്തുന്നത് പോലെ നിർത്തിയാൽ മതി. تلك حدود الله فلا تقربوها كذلك يبين الله آياته للناس لعلهم يتقون ولا تأكلوا أموالكم بينكم بالباطل. മീമിന്റെ നിയമങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാം കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മീമിൻ്റെ അത് പറയാം. കഴിഞ്ഞ പറഞ്ഞ ആളുകൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് കമൻ്റ് ആയിട്ടൊക്കെ ഒന്ന് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഒരു കമൻറ്റ്, നമുക്ക് നമ്മളെ വീഡിയോക്ക് ഒരു കമൻറ്റ് അയൻ ചെയ്ത് ഇൻഷാ അല്ലാഹ് എഴുതുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് നമുക്ക് എന്നും ഓർമ്മയിൽ നിൽക്കാനൊക്കെ ഒരു കാരണമാവും. കൂടുതൽ പ്രാവശ്യം എഴുതിയിട്ട് നമ്മൾ മനസ്സിലാക്കിയ ഒരു സംഗതി കൂടുതൽ പ്രാവശ്യം എഴുതുമ്പോൾ കൂടുതൽ അതെന്ത് ചെയ്യും, അത് നമുക്ക് പഠിയാനും ഓർമ്മയിൽ നിൽക്കാനൊക്കെ കഴിയും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇവിടെ വലാത്ത് കുലൂ മദ് വന്നു അല്ലേ. ലൂ എന്നതിന് ശേഷം വാവ് വന്നു, നീട്ടാനുള്ള വാവ് വന്നു. അതിന് ശേഷം ആ എന്ന ഹംസയാണ് വന്നത്. അപ്പോ അടുത്ത വാക്കിലാണ് ഹംസ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പേരാണ് എന്ത്? മദ് മുൻഫസില്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിലാണ് മദ്ദക്ഷരം വന്നതെങ്കിൽ, മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ നീട്ടാൻ അല്ല ഹംസ വന്നതെങ്കിൽ, മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിലാണ് ഹംസ വന്നതെങ്കിൽ അതിന്റെ പേരാണ് മദ് മുൻഫസില്. ആ ഇ ഉ എന്ന് വന്ന് നേരത്തെ പറഞ്ഞല്ലോ. മദ്ദക്ഷരത്തിന് ശേഷം ഇവിടെ വാവാണ് മദ്ദക്ഷരം. മദ്ദക്ഷരം യ ആയാലും മദ്ദക്ഷരം അലിഫ് ആയാലും ഈ നീട്ടാൻ ഉപയോഗിക്കുന്ന ഈ അക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിലാണ് ഹംസ വന്നതെങ്കിൽ മദ് മുൻഫസില്. അതേ വാക്കിലാണ് വന്നതെങ്കിൽ മദ് മുത്തസില്. അപ്പൊ വലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. മീമിന്റെ ശേഷം ബാവ് നിലക്കെന്താണ് നമുക്കറിയാം, ഇഖ്ഫാ ചെയ്യണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ എന്ന് പറയും. ബൈനക്കും ബിൽ ബാത്തിൽ വതുദ്ലു ബിഹാ ഇലൽ ഹുക്കാം വതുദ്ലു ബിഹാ. അവിടെ ഞാൻ വഖഫ് ചെയ്തു. വഖഫ് ചെയ്യുകയാണെങ്കിൽ ബിഹ എന്നേ പറയുള്ളൂ. ബിഹാ എന്ന് പറയൂല. ബിഹ ഒരു അലിഫ് കൊണ്ട് നിർത്തുകയാണ്. ഇനി അവിടെ നിർത്തുന്നില്ല എങ്കിൽ മദ് മുൻഫസിൽ വരുന്നതാണ്. കാരണം മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിൽ ഇല എന്ന അടുത്ത വാക്കിലാണ് ഈ വന്നിട്ടുള്ളത്. അപ്പൊ മദ് മുൻഫസിലാണ്. വതുദ്ലു ബിഹാ ഇലൽ ഹുക്കാമി ലിതഅകുലു ഫരീഖം മിൻ അംവാലിൻ നാസ്. ഫരീഖം മി തൻവീന് ശേഷം മീം വന്നു. നൗമി ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമാണ്. നൗമി നൂന് വാവ് മീം യാ. അപ്പോൾ എന്ത് ചെയ്യണം? നേരെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. ഫരീഖം മിൻ അംവാലിൻ നാസ്. മിൻ സുക്കൂണിന്റെ നൂന് വന്നു. നൂനിന് ശേഷം ഇദാന്റെ അക്ഷരമാണ് എന്ന് പറഞ്ഞ വെളിവാക്കേണ്ട അക്ഷരം. നേരത്തെ പറഞ്ഞ ഹൽക്കിന്റെ അക്ഷരങ്ങളാണ്. അതിൽപ്പെട്ട അക്ഷരമാണ് ഹംസ. ഹംസയിൽ ആ വന്നു. മിൻ
അപ്പൊ എന്ത് ചെയ്യണം? മിൻ എന്ന് വെളിവാക്കണം. കാരണം ശേഷമുള്ള അക്ഷരം ഏതാണ് എന്ന് നോക്കുമ്പോഴാണ് മിൻ എന്ന് മനസ്സിലാകുന്നത്. കാരണം എന്താണ്? ഇദ്ഹാറിന്റെ അക്ഷരമാണ് ഹംസ. ബ അല്ല, ലാമു റാവും അല്ല, നൗമി അല്ല, ഇദ്ഹാറിന്റെ അക്ഷരമാണ് ആ എന്നുള്ളത്. അപ്പൊ മിൻ അംവാലിന്നാസി ബിൽ ഇസ്മി വ അൻതും തഅലമൂൻ. يسألونك عن الأهلة قل هي مواقيت للناس. അതിനു മുമ്പ് നമുക്ക് ഈ ആയത്ത് നോക്കി വെക്കാം. ولا تأكلوا أموالكم بينكم بالباطل وتدلوا بها إلى الحكام وتدلوا بها إلى الحكام لتأكلوا فريقا من أموال الناس بالإثم وأنتم تعلمون. 189. يسألونك عن الأهلة قل هي مواقيت للناس والحج وليس البر بأن تأتوا البيوت من ظهورها ولكن البر من اتقى. ഇവിടെയുള്ള നിയമങ്ങളൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ സുക്കുള്ള നൂല് വരുന്ന തൻവീന് വരുന്നതിന് ശേഷമുള്ള അക്ഷരങ്ങളൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കുക. وَأْتُوا الْبُيُوتَ مِنْ أَبْوَابِهَا وَاتَّقُوا اللَّهَ لَعَلَّكُمْ تُفْلِحُونَ. يسألونك عن الأهلة قل هي مواقيت للناس والحج وليس البر بأن تأتوا البيوت من ظهورها ولكن البر من اتقى وأتوا البيوت من أبوابها واتقوا الله لعلكم تفلحون. وقاتلوا في سبيل الله الذين يقاتلونكم ولا تعتدوا إن الله لا يحب المعتدين. അപ്പം ഇൻഷാ അല്ലാഹ് ഇന്ന് ഓതിയത് കൂടുതലായിട്ട് വിശദീകരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇൻഷാ അല്ലാഹ് കൂടുതൽ ഓതിയിട്ടില്ല. ഓതിയ ഭാഗങ്ങൾ ക്ലിയർ ആവുക. നമ്മൾ കുറച്ച് ഓതിയാലും കൂടുതൽ ഓതിയാലും ഇൻഷാ അല്ലാഹ്. അപ്പം ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മയിലുണ്ടാകണം. അപ്പം അതൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഓതാം. ഒന്നുകൂടി നമുക്കൊന്ത് ചെയ്യാം, ഒന്ന് തുടക്കം മുതൽ ഓതുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട്, നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ആവശ്യക്കാർക്ക് എന്ത് ചെയ്യുക, ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യാം. ശരിക്കൊന്ന് ഇരുന്ന് കേട്ടാൽ ഏതൊരാൾക്കും, കുട്ടികൾക്കും ഏകദേശം വായിക്കാൻ അറിയുന്ന അക്ഷരങ്ങൾ അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സുകളൊക്കെ മനസ്സിലാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. തീരെ അക്ഷരം അറിയാത്ത ആളുകൾക്ക് ഇപ്പോൾ നമുക്ക് ക്ലാസ് കേൾക്കാൻ കഴിയും, കേട്ടാലും കൂലിയാണല്ലോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. വേറെ ഏതെങ്കിലും ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അക്ഷരം പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകുക. തീരെ അക്ഷരം അറിയാത്ത ആളുകൾക്ക് ഇപ്പോൾ നമ്മളെ ക്ലാസ് കേട്ടാൽ മനസ്സിലാകും എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. അപ്പൊ അക്ഷരം അറിയാത്ത ആളുകൾക്ക് 1-2 അക്ഷരങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാം, അറിയാത്തവരാണ് പ്രശ്നം. അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ പ്രാവശ്യം ഇങ്ങനെ ഓതി പോകുമ്പോൾ മനസ്സിലാവും. അല്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ അത് ക്ലാസ് മനസ്സിലാക്കാൻ നമുക്ക് വരാൻ പറ്റില്ലല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്കെന്ത് ചെയ്യാം, ഒന്ന് ഓതി നോക്കാം. ലൈക്ക് ചെയ്യാൻ ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, താഴെ ബട്ടൺ ഉണ്ടാവും അല്ലെ, ലൈക്കിന്റെ കൈയിന്റെ ഒരു മേലോട്ടുള്ളൊരു ചിഹ്നം ഉണ്ടാവും, തള്ളവരല് പിന്നെ മേലോട്ടുള്ളൊരു ചിഹ്നം, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. താഴോട്ടല്ല മേലോട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون أحل لكم ليلة الصيام الرفث إلى نسائكم هن لباس لكم وأنتم لباس لهن علم الله أنكم كنتم تختانون أنفسكم فتاب عليكم وعفى عنكم فالآن باشروهن وابتغوا ما كتب الله لكم وكلوا واشربوا حتى يتبين لكم الخيط الأبيض من الخيط الأسود من الفجر ثم أتموا الصيام إلى الليل ولا تباشروهن وأنتم عاكفون في المساجد تلك حدود الله فلا تقربوها كذلك يبين الله آياته للناس لعلهم يتقون ولا تأكلوا أموالكم بينكم بالباطل وتدلوا بها إلى الحكام لتأكلوا فريقا من أموال الناس بالإثم وأنتم تعلمون يسألونك عن الأهلة قل هي مواقيت للناس والحج وليس البر بأن تأتوا البيوت من ظهورها ولكن البر من اتقى وأتوا البيوت من أبوابها واتقوا الله لعلكم تفلحون وقاتلوا في سبيل الله الذين يقاتلونكم ولا تعتدوا إن الله لا يحب المعتدين صدق الله